എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS അലോട്ട്മെൻറ്റിൻ്റെ പുതിയ അപ്ഡേറ്റ്സ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. കഴിഞ്ഞ വീഡിയോയിൽ +2ൻ്റെ റിസൾട്ടൊക്കെ വന്നതിന് ശേഷം എല്ലാവരുടെയും ഇൻഡെക്സ് സ്കോർ നോക്കി വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് വീഡിയോൻ്റെ താഴെ കമൻ്റായിട്ടും അതേപോലെ നമ്മുടെ കരിയർ ഹെൽപ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ അവരുടെ ഇൻഡെക്സ് സ്കോർ കാൽക്കുലേറ്റ് ചെയ്ത് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് എത്രത്തോളം ഈ വർഷം നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇനിയുള്ള വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമുക്കിപ്പോൾ ഇൻഡെക്സ് സ്കോറാണല്ലോ ഇതിൽ ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്ന ഒരു ഘടകം. അപ്പോൾ ഇൻഡെക്സ് മാർക്ക് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിൻ്റാണ് റിസർവേഷൻ ക്ലെയിംസ്. അതായത് നിങ്ങൾക്ക് സംവരണ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് അത് നിങ്ങൾ ആപ്ലിക്കേഷൻ സമയത്ത് തന്നെ നിങ്ങൾ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്ന കുട്ടികളാണെങ്കിലും, കാരണം അത് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് എന്നുള്ളത് ചിലപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇനിയിപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കുറഞ്ഞ ഇൻഡെക്സ് സ്കോറോ അല്ലെങ്കിൽ കൂടുതൽ ഇൻഡെക്സ് സ്കോറോ എങ്ങനെ ആയിരിക്കോട്ടെ, റിസർവേഷൻ നിങ്ങൾ കറക്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റിസർവേഷൻ ബേസ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നത്. അപ്പോൾ അത് ഗവൺമെൻറ് കോളേജ് ആണെങ്കിലും പ്രൈവറ്റ് കോളേജ് ആണെങ്കിലും സംവരണം ഒരേപോലെ തന്നെയാണ്. ചില വ്യത്യാസങ്ങളുണ്ടെങ്കിൽ പോലും ഏകദേശം ഒരേപോലെ തന്നെയാണ് സംവരണം വരുന്നത്. അത് ഓരോ മതത്തിൽപ്പെട്ട കുട്ടികൾക്കും ഓരോ രീതിയിലുള്ള റിസർവേഷൻ ക്ലെയിംസ് LBS കറക്റ്റായിട്ട് പ്രോസ്പെക്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് സംവരണ ആനുകൂല്യങ്ങൾ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ റിസർവേഷൻ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നല്ല മാർക്കുള്ള കുട്ടികളാണ്, അപ്പോൾ 300ലേക്ക് 300ഒക്കെ ഇൻഡെക്സ് ഉണ്ട്, റിസർവേഷനൊന്നും കൊടുക്കണ്ട, ജനറൽ കാറ്റഗറിയിലൊക്കെ കയറിയിട്ട് നമുക്ക് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാം എന്നാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 300ൽ 300 ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല ഗവൺമെൻറ് കോളേജിലാണെങ്കിൽ. അപ്പോൾ ഈ റിസർവേഷനും കൂടെ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറഞ്ഞ മാർക്കുള്ള കുട്ടികൾക്കാണെങ്കിലും ചിലപ്പോൾ ഈ ഒരു റിസർവേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് അലോട്ട്മെൻറ്റ് ലഭിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓരോ കമ്മ്യൂണിറ്റിക്കും ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണുള്ളത് കറക്റ്റായിട്ട് പ്രോസ്പെക്റ്റിൽ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ കറക്റ്റായിട്ട് അതിനുള്ള അപേക്ഷയുടെ കൂടെ തന്നെ റിസർവേഷൻ ക്ലെയിംസും നിങ്ങൾ കൊടുക്കേണ്ടതാണ്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ആയതുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ പോയിൻ്റ് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം റിസർവേഷൻ ബേസ് ചെയ്തിട്ടാണ് അലോട്ട്മെൻറ്റ്സ് വരുന്നത്. അപ്പോൾ ഓരോ വിഭാഗം OBC ആണെങ്കിൽ NCL, നിങ്ങൾ SC/ST ആണെങ്കിൽ അതിനുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ്സ് സബ്മിറ്റ് ചെയ്യണം. ഈ ജനറൽ കാറ്റഗറി ആണെങ്കിൽ EWSൻ്റെ അണ്ടറിൽ വരുന്നവരാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. അതേപോലെ OEC വിഭാഗമാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. അങ്ങനെ എല്ലാം കറക്റ്റായിട്ട് ഇതിനകത്ത് ഓരോ സംവരണ ആനുകൂല്യത്തിനും ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. ഡേറ്റ് കാര്യങ്ങളൊക്കെ നോക്കുക. ഒരു സർട്ടിഫിക്കറ്റിനും നിങ്ങളിപ്പോൾ ഒരു വർഷം മുന്നേ ഒക്കെ ഉണ്ടാക്കിയ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ അത് പുതുതായിട്ട് നിങ്ങൾ അതിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞിട്ടുണ്ടോ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് പുതുതായിട്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അങ്ങനെ ആ രീതിയിൽ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോവുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ ഇൻഡെക്സ് സ്കോർ എങ്ങനെയാണ് ഈ വർഷത്തെ ഇവാലുവേഷൻ, അല്ലെങ്കിൽ ഈ വർഷം എത്രത്തോളം ഇൻഡെക്സ് മാർക്കുള്ള കുട്ടികൾക്ക് ഗവൺമെൻറ് അതേപോലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ 7 ആണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത് കറക്റ്റായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ആയിട്ട് രേഖപ്പെടുത്താം. ഇല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റ്സായിട്ട് നമുക്ക് ഉടനെ കാണാം. ടേക്ക് കെയർ.